ഇന്ന് നമുക്ക് ചാനൽ സപ്ലൈസ് വെച്ചൊരു ചാനൽ ചെയ്യാം. പക്ഷേ ബേസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജങ്ക്സാണ്. എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് വന്നപ്പോൾ അത് റാപ്പ് ചെയ്ത് കൊണ്ടുവന്ന 2 പേപ്പറാണ്. ഒന്ന് ബ്ലാക്കും ഒന്നൊരു ക്രീം കളറുമാണ്. രണ്ടിലും നല്ല ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ വരുന്നതുകൊണ്ട് ഞാൻ ജങ്ക് ചാനൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. അതാണ് ഇന്ന് ബേസായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവൾ ഗിഫ്റ്റ് ഇട്ട് കൊണ്ടുവന്ന ബ്രൗൺ കവറാണത്. അതിൻ്റെ പേപ്പർ ഞാൻ അതുപോലെ ജങ്ക് ചാനലിന് വേണ്ടി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതുപോലത്തെ ഒരു ഗ്രിഡായിട്ടുള്ള പേപ്പർ, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ജങ്ക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി കാണുന്നതൊക്കെ കോഫി തീമിലോ അല്ലെങ്കിൽ ഒരു കഫേയുടെ തീമിലോ ബേക്കറി തീമിലോ ഒക്കെ വരുന്ന ചാനൽ സപ്ലൈസ് ആണ്. ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത് ചാനൽ കിറ്റിലുണ്ടായിരുന്നതാണ്. ഇതിനാണത് കൂടുതൽ സ്യൂട്ടാവാൻ എനിക്ക് തോന്നിയോണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഈ ഫോട്ടോസൊക്കെ ഞാൻ കളർ പ്രിൻ്റ് എടുക്കുന്നതാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും വരുന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ എപ്പോഴും വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോസൊക്കെ എങ്ങനെ പ്രിൻ്റ് എടുക്കുന്നതാണ്. നമ്മുടെ സാധാ കളർ പ്രിൻ്റാണ്, 20 രൂപയുടെ കളർ പ്രിൻ്റാണ് എടുക്കുന്നത്. പിന്നെ ഒരുപാട് വാഷി ടൈപ്സ് ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ ഒരുപാട് ചാനൽ സപ്ലൈസ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് വിഷമം കൊണ്ട് ഉപയോഗിക്കുന്നതിൽ, പക്ഷേ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കുറേ സപ്ലൈസ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഇവിടെ അടുത്തുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു കഫേയിൽ പോയതാണ്. അപ്പം അവിടുത്തെ ഓണർ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നൊരു താത്തയാണ്. അപ്പോൾ താത്ത കേക്ക്സിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. ഞങ്ങളിവിടെ വീട്ടിൽ ബർത്ത്ഡേക്കൊക്കെ ആളെടുത്തു നിന്നാണ് കേക്ക് മേടിക്കുക. അപ്പോൾ കേക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ കിറ്റിൽ വന്നിട്ടുള്ള ചാനൽ സപ്ലൈസ് ഇപ്പോഴത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഇന്ന് ഈ ചാനലിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. കഫേയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ കൊറിയൻ ബൺ എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റിയാണ്. ആക്ച്വലി ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ അന്ന് പോയത്. അത് പോയ സമയത്ത് തന്നെ ഇത് വെച്ചിട്ട് ഞാനൊരു ഡിജിറ്റൽ ജേണിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്റ്റോറി ഹൈലൈറ്റിലുണ്ട്. ഞാൻ ഡിജിറ്റൽ ജേണി ഒരുപാട് ചെയ്യാറുണ്ട്. ഞാൻ സ്പെഷ്യലായിട്ടുള്ള ഡേയ്സ് ഫാമിലിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുന്ന ദിവസത്തെയൊക്കെ അന്ന് തന്നെ ഡിജിറ്റൽ ജേണിയും ചെയ്യാറുണ്ട്. ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. നമ്മളെ ഫോട്ടോസും പിന്നെ നമുക്ക് എന്താണോ എഴുതാനുള്ളത് അതൊക്കെ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റിനനുസരിച്ച് എഴുതി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ചാനൽ കിറ്റിൽ ഇങ്ങനെ ഒരുപാട് കോഫി റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈസൊക്കെ കണ്ടപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒരു ചാനൽ ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ വന്നപ്പോഴാണ് ഇന്നത്തെ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ചാനൽ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇതുപോലത്തെ ഫോട്ടോ ചാനലാണ്. സ്പെഷ്യലായിട്ടുള്ളൊരു ഡേയിൽ ഫോട്ടോസ് ഇതുപോലെ കളർ പ്രിൻറ്റോ അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻറ്റും എടുക്കാറുണ്ട് കേട്ടോ. 50 രൂപയുടെ. അത് ഇതിനേക്കാളും നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ടും ഇതുപോലെ കളർ പ്രിൻറ്റ് വെച്ചിട്ടും ഫോട്ടോ ചാനൽസ് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും പോകുന്നതോ ഫ്രണ്ട്സുമായിട്ട് പോകുന്ന ആ ഒരു ദിവസത്തെ ഫാമിലി ട്രിപ്പിൻ്റെ ഒക്കെ ഞാൻ മുന്നേ ചെയ്തതൊക്കെ ഞാൻ യൂട്യൂബിൽ ഷോർട്സിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ റീൽസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇന്ന് ഈ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്റ്റിക്കേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു സ്റ്റിക്കർ ബുക്കുണ്ട്. ഞാൻ കൂടുതലായി നിന്നുള്ള സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ സ്റ്റിക്കർ ബുക്ക് കണ്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിരുന്നു, എവിടുന്നാണ് മേടിച്ചതെന്നൊക്കെ ചോദിച്ചിരുന്നു. ആക്ച്വലി ഇപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ട എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആ സ്റ്റിക്കർ ബുക്ക്. അതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. എവിടുന്നാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ലിങ്കും ഇല്ല. എനിക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക.